ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കുറേ നാളുകളായി റിക്വസ്റ്റ് ഉണ്ടെന്ന വീഡിയോ ആണ്. നമ്മുടെ ആറ്റത്തിനെ കുറിച്ച് ഒരുപാട് പേര് തിരക്കുന്നുണ്ടായിരുന്നു, എന്തായി അവൻ്റെ അപ്ഡേഷൻ എങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നൊരു ചെറിയൊരു അപ്ഡേഷനാണ് നമ്മുടെ ആറ്റച്ചെറുക്കിൽ ചെയ്യാൻ പോണത്. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ചെറിയ ഫോഗ് ലാമ്പുകൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കവറ് മാറി വൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് അത് ചേഞ്ച് ചെയ്യുന്നതും അതിൻ്റെ വിശേഷങ്ങളും എല്ലാം ചേർന്നൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന പാർട്സിൻ്റെയൊക്കെ ഓൺലൈൻ ബൈലിംഗ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെച്ചാൽ നമ്മൾ അങ്ങനെ വണ്ടിയിൽ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകണം. അതായത് നമ്മളിപ്പം ചെറിയൊരു അപ്ഡേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നാളായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഏത് വീഡിയോ ഇട്ടാലും താഴെ വരുന്ന കമൻറ്റാണ് ആറ്റത്തിൻ്റെ അപ്ഡേഷൻ എന്തായെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം അപ്ഡേഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് മെയിനായിട്ടുള്ള അപ്ഡേഷൻസ് സൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി 2 ഫോഗ് ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ മാറുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് കവർ ഇപ്പോൾ ഓറഞ്ചാണ് കിടക്കുന്നത്, അത് മാറ്റി നമ്മൾ വൈറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ 2 അപ്ഡേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഈ നമ്പർ പ്ലേറ്റിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ 2 ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോണത്. ഞാനിപ്പോൾ ആ ഫോഗ് ലൈറ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫോഗ് ലൈറ്റ്. ഇത് നമ്മുടെ ആമസോണിൽ നിന്ന് ഞാൻ ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ് 2 ഫോഗ് ലൈറ്റ്. ഇതും ഒരു സ്വിച്ചും കൂടെ 200 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പം ലാഭമായിട്ട് തോന്നി. എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പം അതേപോലെ കണ്ടതാണ്. അപ്പം നേരെ കയറി ഓർഡർ ചെയ്തേച്ച്. അപ്പം ഇതൊരു ഇവിടെ തിരക്കിയപ്പോൾ ഒരെണ്ണത്തിന് 150 രൂപ പറഞ്ഞു. അപ്പോൾ 200 രൂപയ്ക്ക് ഇതും ഒരു സ്വിച്ചും കൂടി ഇടുന്ന ലാഭമാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് മേടിച്ച്. അപ്പോൾ ഇത് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്യുവാണ്. അത് നമ്മൾ നേരെ എടുത്ത് നമ്മുടെ പാർക്ക് ലൈനിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഫ്രണ്ട് ഇടുന്ന കവറാണ്. ഇത് നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം 400 രൂപ വന്നു 2 കവറും. അതോടൊപ്പം തന്നെ നമ്മുടെ സൈഡിലത്തെ ബൾബ് ഒരു ഒരു ചെറിയൊരു ബൾജിങ് പോലുള്ളൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് സൈഡിൽ, അതിൻ്റെ കവറും കൂടെ 2 എണ്ണത്തിന്. ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും അറിയില്ല, കാരണം ഇവിടെ ഒന്നും കിട്ടാനില്ല. അപ്പം ആ ഒരു പേജ് കണ്ടപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. അപ്പം ഇതിൻ്റെ വയറിംഗ് ആണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോണത്. നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റിൻ്റെ സൈഡിലായിട്ടാണ്. ഇത് ഇവിടെ ആയിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ ആയിട്ടും ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് പാർക്ക് ലൈറ്റിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കണക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി വയർ എക്സ്റ്റെൻഡ് ചെയ്യണം. കാര്യം ഇതിൻ്റെ കൂടെ നമുക്കിത് ഇത്രയും വയറേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ കുറച്ച് വയർ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. ഈ ആദ്യം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും നമ്മുടെ ഈ ഫോഗ് ലൈറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ഒരു ഫോഗ് ലൈറ്റിൽ നിന്നായിരിക്കും നമ്മുടെ പാർക്ക് ലൈറ്റിലോട്ടുള്ള കണക്ഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് തമ്മിലൊന്ന് കണക്ട് ചെയ്യട്ടെ. ഇതിൻ്റെ പോസിറ്റീവ് നെറ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് വയർ ഇതേപോലെ കണക്ട് ചെയ്യുക, നെഗറ്റീവ് വയർ ഇതേപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് അത്യാവശ്യം കുറച്ച് ലെങ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇത് ഇവിടോട്ട് കൊടുക്കുക. അതാണിപ്പോൾ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഗൈസ് നമ്മുടെ ഫോഗ് ലൈറ്റ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ സൈഡിൽ വരുന്ന ഫോഗ് ലൈറ്റ് ആണ്, ഇത് നമ്മുടെ ഈ സൈഡിലും. അപ്പോൾ ഇവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ വയറാണ് നമ്മുടെ പാർക്ക് ലൈറ്റിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഫോഗ് ലൈറ്റ് ഈ 2 സൈഡിലും സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് വെക്കുവാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ടൈപ്പ് 2 സ്ക്രൂ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മളിത് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക്, ഇതിൽ തന്നെ ഓൾറെഡി ഒരു ക്ലാമ്പ് കൊടുത്തോട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി അങ്ങോട്ട് വെക്കുക. 2 സൈഡിലോട്ടും ഇതേപോലെ വെക്കുക. ഇത് നമ്മൾ വയറിങ് അകത്തോടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നെയാണ്. ഇത് താഴെയായിട്ട് നമുക്ക് സ്ക്രൂ ഇടാം. ഓക്കെ, അപ്പം എങ്ങനെയാണിത് വയറിങ് എടുക്കുന്നതിന് കാണണമെങ്കിൽ നമുക്ക് ബോണറ്റ് തുറക്കണം. ബോണറ്റ് തുറന്നിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബോണറ്റ് ഞാൻ തുറന്നിട്ട് വരാം. ബോണറ്റ് തുറക്കുന്നതിന് മുന്നേ ഇത് മാറ്റിയിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ വയറിങ് അകത്തൂറാണ് എടുക്കുന്നത്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വയറിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് നമ്മൾ ഫോഗ് ലൈറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം അകത്തൂടാണ് വയർ എടുത്തിരിക്കുന്നത്. കാര്യം പുറത്തൂടെ കിടന്നു കഴിഞ്ഞാൽ വൃത്തികേടായതുകൊണ്ട് തന്നെ അകത്തൂടെ തന്നെ നമ്മൾ ഈ നമ്മുടെ ബമ്പറിൻ്റെ അകത്തൂടെ വയർ എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്ക്രൂ കൊണ്ട് നമ്മളിത് ഇതിൻ്റെ താഴത്തായിട്ട് നമ്മളിത് നമ്മുടെ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം 2 സൈഡും നമ്മൾ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജസ്റ്റ് നമുക്കൊന്ന് ഒരേ പോലെ ഒന്ന് ആക്കി വെക്കണം. രണ്ടും ഒരേ പൊസിഷനിലാക്കി ഏകദേശം ഒരേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ടൈറ്റ് ചെയ്യാം.
അപ്പം നമ്മൾ ആ ഫോഗ് ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ അതെ സൈഡിലെ പാർക്ക് ലൈറ്റ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഓൾറെഡി വീഡിയോ കുറച്ച് ലാഗ് ആക്കണമെന്ന് ഓർത്ത്. അപ്പം അതിൽ നിന്ന് ഇതിലേക്ക് നമുക്ക് ഒരു ബൾബ് വരുന്നുണ്ട്. ഇതേപോലെ ഒരു ബൾബ് വരുന്നുണ്ട്. അതിൽ 2 കണക്ഷൻസ് ആണ് വരുന്നത്. ജസ്റ്റ് കണക്ഷൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങോട്ട് വരുമ്പം ഇതാണ് നമ്മുടെ പാർക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ. ഇതിൽ റെഡും ബ്ലാക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും. അപ്പം ഇതേപോലെ നമ്മുടെ 2 ഫോഗ് ലൈറ്റിനെയും വയറുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. ഇത് നമ്മൾ ഒരെണ്ണത്തിലേക്ക് ഇതേപോലെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ പുറത്തേക്ക് വെക്കുക. പോസിറ്റീവ് അങ്ങനെ ഓക്കെ ആയി. അതേപോലെ തന്നെ നെഗറ്റീവും ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അതോടെ കയറ്റിയതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് വെക്കുക. നോക്കുക, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പം കത്തിയില്ലേ? അങ്ങനെ നമ്മുടെ വയറിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിട്ടപ്പം ഫോഗും കത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സൈഡിലെ ആ സൈഡിലെ കത്തിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പക്കയാവും. പിന്നെ അകത്തോടെ നമ്മളൊരു ബ്ലൂവും റെഡും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ചെയ്തതാണ്. ഫോഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്തതാണ്. വണ്ടി എടുത്തുകൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ പാർക്ക് കൂടെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കവറോടെ മാറണം. അതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫോഗ് ലൈറ്റ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കവർ മാറാൻ പോവാണ്. അത് വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് നമുക്ക് ഇതിൽ തന്നെ 2 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ സ്ക്രൂ ഇതേപോലെ ഒന്ന് അഴിക്കുക. 2 സ്ക്രൂ സിമ്പിളായിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുങ്ങി പോരും. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത സമയത്ത് തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഇത് ഓറഞ്ച് ആയിരുന്നു. അപ്പോൾ വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ സെന്നിന് ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് നമ്മളത് മാറുന്നത്. അപ്പോൾ ഈ വൈറ്റ് ഗ്ലാസ് ഇട്ട് ഒരുപാട് സെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ല ഭംഗിയാണ് ഈ വൈറ്റ് കളർ കയറ്റി കഴിയുമ്പോൾ. ഇതിൽ നമുക്ക് പാർക്ക് കൂടെ കയറ്റാൻ പറ്റുമെന്നല്ലോ പറഞ്ഞു. പാർക്കുള്ള മോഡൽ അവൈലബിൾ ആയിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി 2 ഫോഗ് ലൈറ്റ് ഇതിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ പാർക്കിൻ്റെ ആവശ്യമില്ല. അതാണ് പിന്നെ ഞാൻ പാർക്കിലേക്ക് പോകാഞ്ഞത്. ഇത് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുക, സ്ക്രൂ മുറുക്കുക, സിമ്പിൾ പരിപാടി കഴിഞ്ഞു. കണ്ടില്ല, ഒരെണ്ണം മാറി. ഇനി നമ്മൾ സൈഡിലത്തത് ഓൾറെഡി നമ്മൾ മാറിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ കവറും മാറിയിരിക്കുകയാണ്. വൈറ്റ് വന്നതോടുകൂടി വണ്ടിയുടെ ആ ഒരു പഴയ ഒരു ലുക്കേ മാറി. ഫുൾ അടിപൊളിയായിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഗ് ലൈറ്റും കയറ്റി അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ കവറും മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചാൽ ആറ്റത്തിൻ്റെ അപ്ഡേഷൻ എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന്. അപ്പം ചെറിയ ചെറിയ അപ്ഡേഷൻ തന്നെ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗണ്ട് സിസ്റ്റത്തിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് തന്നെ നമ്മൾ ഉടനെ നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ വണ്ടി ഭ്രാന്തന്മാരിലേക്കും അതോടൊപ്പം തന്നെ സെൻ ഭ്രാന്തന്മാരിലേക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചെറുക്കൻ്റെ അപ്ഡേഷനായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇനി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.